ആരാ? ഞാനാ മാഷ. ഏത് മാഷ്? പീതാംബരം മാഷ്. മോനെ എടാ തോർത്ത മുട്ടുണ്ടോടാ കുളിക്കണത്? ഉണ്ട് മാഷേ. നോക്കട്ടെ. ഇതിനെത്രയാ വില? അതിന് 50 രൂപ. അപ്പൊ ഇതിനോ? അതിന് 80 രൂപ. അപ്പോ കുറഞ്ഞു തോന്നില്ലേ? ഇനിയിപ്പോ 60ന്റെ ഉണ്ട്. എന്നാ പോട്ടെ. എന്ത് മാഷേ. ശങ്കുണിനെ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. സുനിയേ. എന്താ മാഷേ? ആ ശങ്കുണിനെ എവിടെ എങ്ങാനും കണ്ടായിരുന്നോ? കുറച്ചു നേരത്തെ ഇവിടെ കണ്ടായിരുന്നല്ലോ. ലോനപ്പൻ ചേട്ടാ, ആ ശങ്കുണ്ണി ഇവിടെ വന്നായിരുന്നോ? ശങ്കുണ്ണി ഇവിടെ ഇരിക്കായിരുന്നോ? മാഷായിരുന്ന ഞാൻ താക്കാപ്പ സാറെന്ന് വിചാരിച്ചേ, കണ്ടില്ല. എന്താണ് കള്ളത്തരം? ഒരു കള്ളത്തരമില്ല. നീ ഇങ്ങോട്ട് വന്നേ. മാഷ വിട്ടോ, ഞാൻ വന്നേക്കാ. അത് പറഞ്ഞാ പറ്റില്ല. ഞാൻ ഇന്നലെ പറഞ്ഞത് നീ മറന്നോ? ഇന്നലെ മാഷ് പറഞ്ഞ ഈ പരിപാടി വിജയിച്ചാൽ പീതാംബരം മാഷിന് നാട്ടിൽ നല്ലൊരു പേര് കിട്ടും. അത് ഉറപ്പാ. കിട്ടണല്ലോ ശങ്കുണ്ണി, കിട്ടും. വെറുതെ പള്ളിക്കൂടം വാദ്യാരാണെന്നും പറഞ്ഞ് പെൻഷൻ പറ്റിയിരിക്കാൻ എന്നെ കൊണ്ടാവില്ല. നമ്മള് പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളുടെ ഗുണങ്ങളെ നാട്ടുകാർക്ക് കിട്ടണം. എന്തേ ശങ്കുണ്ണി? അതൊക്കെ പക്ഷെ നമ്മൾ തമ്മിൽ പ്ലാൻ ചെയ്യുന്ന പരിപാടികൾ ഇതുവരെ ഒക്കെ പൊളിച്ചിട്ടേ ഉള്ളൂ. ഇനി ഇത് ആരോടും പറയാതെ ഈ ഞാനെന്തിനു പറയണം? ഇതൊക്കെ നാട്ടുകാർ പറയണതാ. ഇതൊന്നും കേട്ട മറ്റു നടിക്കണ്ടാന്ന്. എന്തായാലും ഇപ്രാവശ്യത്തെ പരിപാടി കൂടി പൊളിഞ്ഞ ഞാൻ നല്ലൊരു ഐഡിയ കേട്ടിട്ടുണ്ട്. എന്താ ഐഡിയ? നിക്ക് നിക്ക് നിക്ക്. അതായത് പീതാംബരം മാഷിന്റെ ഒരു 5-6 ഫ്ലെക്സ് അടിച്ചിട്ട് നമുക്ക് ഈ നാടിന്റെ മുക്കിലും മൂലയിലും ഒക്കെ വെക്കാം. എന്നിട്ട് അടിയിൽ അഭിനന്ദനങ്ങൾ. ഈ നാട്ടിലെ ഏറ്റവും നല്ല ബുദ്ധിമാനുള്ള അവാർഡ് വള്ളത്തോൾ അവാർഡ്. ബഹു, സർവശ്രീ, പീതാംബരം മാഷിന്. ഈ നാട്ടിലൊക്കെ മണ്ടന്മാരാ, ഒക്കെ വിശ്വസിച്ചോളൂ. എടാ മണ്ട, ഈ വള്ളത്തോൾ അവാർഡ് ബുദ്ധിമാന്മാർക്കുള്ളതല്ല, പിന്നർക്കുള്ളതാ, ജീനിയസുകൾക്കുള്ളതാ. ജീനിയസ് ചെന്നിട്ടാ ഈ കവിത എഴുതുന്നവർക്ക്. പറഞ്ഞ പോലെ മാഷ് കവിത എഴുതിക്കൂടെ? ഈ കവിത എഴുതുന്നവർക്ക് ഭാവന വേണം. അത് വേണ്ട, അത് വേണ്ട. ഈ വയസ്സാങ്കാലത്തെ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. അതൊക്കെ പോട്ടെ, നീ ഇങ്ങോട്ട് വാ. അതേതാടാ ശങ്കുണ്ണി? ആ കലങ്കിന്റെ മുകളില് ചില എണ്ണം കെട്ടോര്. അതാ ശകുനമുടക്കികൾ. നിക്ക് 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 നിക്ക്. ആരൊക്കെയാടാ അവന്മാര്? അതിരിക്കണതില്ലേ, അത് ഓന്തമ്മണിയുടെ ആങ്ങള കൊവാലൻ. അതിന്റെ അപ്പുറത്തിരിക്കണത് ഓന്തമ്മണിയുടെ കാമുകൻ വേലപ്പൻ. ആ നടുക്കിരിക്കണതേ ഓന്തമ്മണിയുടെ ഇപ്പോഴത്തെ ഭർത്താവ് സതീശൻ. നാലാമതിരിക്കണതില്ലേ ഓന്തമ്മണിയുടെ മൂന്നാമത്തെ കൊച്ചിന്റെ അച്ഛൻ പുരുഷു. ശങ്കുണ്ണി, അവര് പലതും ചോദിക്കും, നീ കട്ടക്ക് നിന്നോളണം. അത് കേട്ടേ എങ്കട മാഷും പാലും കൂടി. പീതാംബരം മാഷും വാലും കൂടി നാട് നന്നാക്കാൻ ഇറങ്ങിയിരിക്കാണോ? നാട് നന്നാക്കാനാ നശിപ്പിക്കാനാ? ഈ നാട് നന്നാക്കാൻ വേണ്ടി പീതാംബരം മാഷിന്റെ ജീവിതം മുഴുവൻ വെച്ചേക്കാണ്. നാട്ടുകാരൊക്കെ കൂടി പീതാംബരം മാഷെ എന്നാണാവോ വലിച്ചിട്ട് ഒഴിയണേ? എന്തോ നാളത്ര ചിരിക്കാൻ. ഈ റോഡിന്റെ ടാറിംഗ് മണിക്ക് പീതാംബരം മാഷ് ഓടിയിടുന്ന നിങ്ങളെക്കാൾ തൊപ്പുപിടിപ്പിച്ച് നിവേദനം കൊടുത്തെങ്കിൽ മറന്നാ
പീതാംബരം മാഷ് ഓടി നടന്ന് നിവേദനമെല്ലാം ഒപ്പിടിച്ചെന്നുള്ളതൊക്കെ ശരിയാ. അപ്പോഴേക്കും പീതാംബരം മാഷുടെ മകളുടെ കല്യാണമായി. ആ പേരും പറഞ്ഞ് നിവേദനം അളമാരിയിൽ അടച്ചും പൂട്ടി. ആര് പറഞ്ഞു നിവേദനം കൊടുത്തില്ലാന്ന്? നിങ്ങൾ പോയി MLA ചോദിച്ചു നോക്ക്. മാഷ് നിവേദനം കൊടുത്തു. എപ്പോഴാ? റോഡിന്റെ പണിയും ടാറിങ്ങും കഴിഞ്ഞ് ഉദ്ഘാടനത്തിന് MLA വന്നപ്പോ. ആട്ടെ, ഇപ്പൊ രണ്ടുപേരും കൂടി ഇറങ്ങിയിരിക്കണത് എന്ത് പദ്ധതി കൊണ്ടാ? അങ്ങനെ പറഞ്ഞു കൊടുക്കും മാഷേ. അതെ, ഈ കുളം ഒന്ന് വൃത്തിയാക്കണം. ആ കാടും പടലും ഒക്കെ വെട്ടി കുളവാഴയും പായലും ചണ്ടിയും ഒക്കെ കളഞ്ഞ് നല്ല കുളമാക്കണ്ടേ? എന്ത് കുളമാക്കാൻ? പീതാംബരം മാഷ് മിടുക്കനല്ലേ? എന്ത് കൊളാക്കണ കാര്യാ മാഷി പറയണേ? ഒന്നും പറയണ്ട എന്റെ സുരേന്ദ്ര. നമ്മുടെ മാഷിന്റെ ഓരോ കാര്യങ്ങളെ ഇവിടെ നല്ലൊരു കുളമുണ്ട്. അത് പുള്ളിക്ക് കൊളാക്കാഞ്ഞിട്ട് ഒരു സമാധാനവും ഇല്ല. എന്റെ മാഷേ, ഈ കുളം വൃത്തിയാക്കിട്ട് ഇപ്പൊ എന്താ കാര്യം? ഇപ്പൊ പണ്ടത്തെ പോലെ ആരെങ്കിലും കുളത്തിൽ അലക്കല കുളിയോ വല്ലതുണ്ടോ? ഒക്കെ ഇപ്പൊ ഷവർ ബാത്തും വാഷിംഗ് മെഷീനും ഒക്കെ അല്ലേ സുരേന്ദ്ര? ഇത് നാട്ടുകാർക്ക് അലക്കി കുളിക്കാനൊന്നും അല്ലല്ലോ. പിന്നെ കുളം ശരിയാക്കിയിട്ട് കുളത്തിന്ന് പാടത്തേക്ക് വെള്ളം തിരിച്ചു വിടാനാണ്. കൃഷി ഇറക്കാമല്ലോ. അപ്പൊ കുളത്തിലെ വെള്ളം പറ്റില്ലേ? അതിനല്ലേ പുഴ. പുഴയിൽ നിന്നും കുളത്തിലേക്ക് കനാൽ വഴി വെള്ളമൊഴുക്കണം. അതിന് പുഴയെന്ന് നേരിട്ട് പാടത്തേക്ക് വെള്ളം ഒഴിക്കാൻ പോരെ? എടോ, ഞാൻ പറഞ്ഞ പോലെ ചെയ്ത കുളത്തിലും വെള്ളം പാടത്തും വെള്ളം. ഇത് വല്ല നടപടിയുള്ള കാര്യമാണോ മാഷേ? അതെ, നമ്മുടെ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയാ ഞങ്ങൾ ഈ കഷ്ടപ്പെടുന്നത്. പുഴേന്ന് കുളം വരെ 3 കിലോമീറ്റർ കനാല് പണിതാൽ കനാലിൽ കൂടെ വെള്ളം മാത്രല്ല മീനും ഒഴുകി വരും. കൃഷിക്ക് കൃഷി, കുളത്തിന് കുളം, വെള്ളത്തിന് വെള്ളം, മീനിന് മീൻ. എങ്ങനെയുണ്ട് മാഷിന്റെ ബുദ്ധി? ഇതൊക്കെ എന്ന് എപ്പ ഏത് കാലത്ത് നടക്കാനാ? അതൊക്കെ ഈ പീതാംബരം മാഷ് നടത്തി കാണിച്ചു തരാം. നിങ്ങളൊന്ന് ഒപ്പിട്ട് തന്നാ മതി. ഇതിനു മുമ്പ് MLAക്ക് നിവേദനം കൊടുത്ത പോലെ ആവോ മാഷേ? ഇപ്പൊ മാഷും ചങ്കുണ്ണി ആരെ കാണാൻ പോവാ? മേലെടുത്ത് ഉതുപ്പ് ചേട്ടനും പഞ്ചായത്ത് പ്രസിഡന്റും തമ്മില് നല്ല ടൈപ്പ് അല്ലേ? ഇത് നല്ല തമാശ. ഇതും പറഞ്ഞങ്ങോട്ട് ചെന്നാ മതി. പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി ഉതുപ്പേട്ടൻ ആലുവ മണപ്പുറത്ത് കണ്ട പരിചയം പോലും കാണിക്കില്ല. നാട്ടുകാരാന്ന് പറഞ്ഞ് ചെന്നാ മതി. രണ്ടിനും ഓടിക്കും ഉതുപ്പേട്ടൻ. അവിടെ നിങ്ങൾക്ക് തെറ്റി. പീതാംബരം മാഷ് ഉതുപ്പച്ചേട്ടനും തമ്മിൽ ഇരിപ്പോഷം നിങ്ങൾ കാക്കമണിയില്ല. എടാ മക്കളെ, അത്യാവശ്യം പിടി സ്വാധീനമുള്ള ആളാണ് ഈ ഞാൻ. അതുകൊണ്ടാണല്ലോ വെറും 4ാം ക്ലാസ് മാത്രമുള്ള ഈ ഞാറ്റുവരക്കൽ പീതാംബരൻ സ്കൂൾ മാഷായത്. പഴയ 4ാം ക്ലാസ് പറഞ്ഞാലേ ഇപ്പോഴത്തെ BA. എന്നാലും ഞാൻ പിള്ളേരെ ഇത്രയും കാലം പഠിപ്പിച്ചില്ലേ? പിള്ളേരുടെ ഒരു കഷ്ടകാലം. ഒറ്റെണ്ണം പോലും ചൊവ്വായില്ലേ? അതെ, ആ പിള്ളേരെ തന്തപ്പനാരും ചോപ്പല്ല, അതുകൊണ്ട് പറ്റിയതാ. ഈ ഊതുപ്പേട്ടനെ ചെന്ന് കണ്ടാലേ ഞങ്ങൾക്ക് ചാവുന്നതിന് മുൻപ് കുളം വറ്റിച്ച് മീനെ പിടിച്ച് തിന്നാൻ പറ്റും എന്റെ മാഷേ. പുരുഷോത്തമ, ഇത് ഞാറ്റുപുരയ്ക്കൽ പീതാംബരം മാഷ. ഈ പദ്ധതി ഞാൻ നടപ്പിൽ വരുത്തിയിരിക്കും. ഞാനൊന്ന് പറഞ്ഞാ മതി, ഉതുപ്പേട്ടൻ പിടിക്കുന്നോടത്ത് പിടിക്കും. മുഖ്യമന്ത്രി വരെ പിടിപാടുള്ള ആളാ ഉതുപ്പേട്ടൻ. ഞാനും ഉതുപ്പേട്ടനും തമ്മിലുള്ള ബന്ധത്തിന്റെ ശക്തി ഈ നാട്ടുകാർ കാണാൻ പോകുന്നതേ ഉള്ളൂ. അതെ, പീതാംബരം മാഷ് മൂത്രമൊഴിക്കുക പറഞ്ഞാൽ ഉതുപ്പേട്ട മൂത്രമൊഴിക്കൂല. ഒതുപ്പച്ചേട്ടനെ കാണുമ്പോ നിങ്ങൾ രണ്ടുപേരും മൂത്രമൊഴിക്കാതിരുന്നാ മതി. അര മാഷം മാഷെന്താ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് നിവേദനം കൊടുത്തത്? ഈ നിവേദനം എന്താണെന്ന് അറിയില്ലായിരുന്നു. മണ്ടത്തരം പറ്റിയതാ. നീ ഇത് ആരോടും പറയണ്ട. ഇതിന് വലിയ മണ്ടത്തര മാഷിനെ പറ്റിയിട്ട് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. പിന്നെയാണിത്. ശരിക്കും മാഷേ ഉതുപ്പേട്ടനായിട്ട് മാഷിന് നല്ല ബന്ധമാണോ, അല്ലെങ്കിൽ തള്ളിയതാണോ? എന്നോട് സത്യം പറ. ആന്ന്, നല്ല ബന്ധാണെന്ന്. നമുക്ക് ഈ പദ്ധതിക്ക് തറക്കല്ലിടാം. അത്ര വലിയ ബന്ധമാണോ നിങ്ങൾ തമ്മില്? പിന്നെ നിനക്കറിയാമോ,
പണ്ട് സ്വപ്ന ടാക്കീസിൽ ഞാനും ഉതുപ്പേട്ടനും അവളുടെ രാവുകൾ കണ്ടതാണെന്ന്, ഒരുമിച്ചിരുന്ന്. ആ ഏ ഏ ഏ ഏ, ഏ. അവിടുന്ന് തുടങ്ങിയുള്ള ബന്ധമാണ്. എന്നാ തർക്കല്ലല്ല, തന്നെ തർക്കല്ലിനടം. ദേ ഉതുപ്പേട്ടന്റെ വീടത്തെ. ഉതുപ്പേട്ടാ, 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 ഉതുപ്പേട്ടോ. ഗേറ്റ് മൂടിയിരിക്കണല്ലോ. അതെയോ? എന്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാ ഓടി വന്ന് കെട്ടിപ്പിടിക്കേണ്ടതാണല്ലോ. ചെവിക്ക് വല്ല തകരാറുണ്ടായിരിക്കോ? ഏയ്, ചെവിക്ക് ഒരു തകരാറുമില്ല. ഉതുപ്പേട്ടോ, ഉതുപ്പേട്ടാ, ഉതുപ്പേട്ടോ. ആരാ? ഞാനാ മാഷ. മാഷോ? ആ, പീതാംബരം മാഷ്. ഏത് പീതാംബരം മാഷ്? ഇത് നാഷണൽ ഹൈവേ അല്ല. പണി പാളിന്ന് തോന്നണട്ടാ മാഷേ. അതെ, ഇത് പൊതുവഴി അല്ലാന്ന്. മാഷേ, എന്തോ പ്രശ്നം കേട്ടാ. അതെ, ഇത് പൊതുവഴി അല്ലാന്ന് ഒരു പ്രാവശ്യം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? ഉതുപ്പേട്ടന് പീതാംബരം മാഷിന് മനസ്സിലായില്ലേ? ഏത് പീതാംബരം മാഷ്? പണ്ട് അവളുടെ രാവുകൾ. അവളുടെ രാവുകളോ? മറ്റേ ഏപ്പടം, അവളുടെ രാവുകൾ. ഏപ്പടം നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കണ്ടേ? ഏപ്പടം, അവളുടെ രാവുകൾ. അവളുടെ രാവുകൾ കടക്കണ പുറത്ത്.